രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രാമൻ സുഗ്രീവനോട് പറഞ്ഞു, കൂട്ടുകാരാ, ഇനി കാലതാമസം വേണ്ട എന്ന് പറയുകയാണ് സുഗ്രീവനോട്. ഉടനെ തന്നെ ബാലിയെ യുദ്ധത്തിനായിക്കൊണ്ട് നീ വെല്ലുവിളിക്കുക. ബാലിയെ ചെന്ന് വിളിക്കുക യുദ്ധത്തിന്. കാലം കളയരുതേതും ഇനിയടോ. ഇനി സമയം വഹിക്കാൻ പാടില്ല, വേഗത്തിൽ വേണം കാര്യങ്ങൾ. ഉടനെ തന്നെ ബാലിയെ കിഷ്കിന്ധ ഗോപുരത്തിൽ ചെന്നിട്ട് യുദ്ധത്തിന് വെല്ലുവിളിക്കുക. ബാലിയെ കൊന്ന് രാജ്യാഭിഷേകം ചെയ്ത് പാലനം ചെയ്തു കൊള്ളുവൻ നിന്നെ നിർണയം. ഞാൻ ബാലിയെ കൊല്ലും, എന്നിട്ട് നിന്നെ കിഷ്കിന്ധയുടെ അധിപതിയായിട്ട് ആ സിംഹാസനത്തിലിരുത്തിയിട്ട് ഞാൻ പട്ടാഭിഷേകം കഴിച്ച് നിന്നെ ഞാൻ രക്ഷിക്കും, കിഷ്കിന്ധയെയും രക്ഷിക്കും. അതിനാൽ ഉടനെ തന്നെ പുറപ്പെട്ടുകൊള്ളുക. സുഗ്രീവൻ പുറപ്പെടുന്നു. സുഗ്രീവന്റെ പിന്നാലെ രാമനും ലക്ഷ്മണനും ആഞ്ജനേയനും പുറപ്പെടുന്നു. എവിടെ? കിഷ്കിന്ധയിലേക്കാണ് പോകുന്നേ. അങ്ങനെ പോകുമ്പോഴേക്കും സുഗ്രീവന്റെ മനസ്സിൽ വീണ്ടും ഭയം ഇങ്ങനെ നുരഞ്ഞു പൊന്തുക. ബാലിയുടെ രൂപം, ബാലിയുടെ ഭാവം, ബാലിയുടെ യുദ്ധവേഗത, ബാലിയുടെ അലറിച്ച, ഇതൊക്കെ മനസ്സിലിങ്ങനെ തികട്ടി തികട്ടി വരികയാണ്. അതുകൊണ്ട് സുഗ്രീവന്റെ മനസ്സ് അസ്വസ്ഥമാണ്. അവിടെ കിഷ്കിന്ധയിലേക്ക് പോകാൻ കുറേ ദൂരമുണ്ട്. കാട്ടിലൂടി ബഹുദൂരം സഞ്ചരിക്കണം. ആ ദൂരങ്ങളൊന്നും സുഗ്രീവൻ അറിഞ്ഞില്ല. പുറപ്പെട്ടു. അവിടെ ചെന്ന് വെല്ലുവിളിച്ചു. ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. അങ്ങനെ വെല്ലുവിളിച്ചത് കേട്ട മാത്രയിൽ ബാലി ചാടി വന്നു. പണ്ട് തൻ്റെ മുന്നിൽ നിന്നിട്ട് ഭയം നോടിയവൻ വീണ്ടും വന്ന് വെല്ലുവിളിക്കുന്നു. സഹിക്കാൻ പറ്റുമോ? ബാലി അലറിക്കൊണ്ട് പാഞ്ഞു വന്നു. ബാലി സുഗ്രീവനുമായിട്ട് ഏറ്റുമുട്ടലായി. അധികം നേരമൊന്നും ആ യുദ്ധം ഉണ്ടായില്ല. ബാലിയുടെ കയ്യിൽ നിന്നിട്ട് 5-6 ഇടിയും ചവിട്ടും ഒക്കെ കിട്ടിയപ്പോഴേക്കും സുഗ്രീവൻ പുറം തിരിഞ്ഞ് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ഓടി കാടിനുള്ളിലേക്ക് മറഞ്ഞു. നിലടാ സുഗ്രീവ എന്ന് വിളിച്ചുകൊണ്ട് ബാലി പിന്നാലെ ഓടുന്നു. രാമൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പറഞ്ഞതുപോലെ അമ്പൊന്നും രാമൻ പ്രയോഗിച്ചില്ല. ഏറെ ദൂരം സുഗ്രീവൻ കാടിനുള്ളിൽ ഓടി ഒളിച്ചു. ബാലി കുറെ ദൂരം പിന്തുടർന്നിട്ട് പിന്നെ മടങ്ങിപ്പോയി. അപ്പോഴേക്കും സുഗ്രീവൻ രാമൻ്റെ മുന്നിലെത്തി. സുഗ്രീവന് ദുഃഖം, ഭയം, ക്രോധം രാമനോട്, ഭയം ബാലിയെക്കുറിച്ച് ചിന്തിച്ചിട്ട്, ദുഃഖം, ഈ യുദ്ധത്തിൽ ഇങ്ങനെ താൻ അപമാനിതനായല്ലോ എന്നുള്ളതെല്ലാം ദുഃഖം. ഇങ്ങനെ ബഹുവിധങ്ങളായ വികാരങ്ങൾ ഇളകി മറിഞ്ഞിട്ട് രാമനോട് ചോദിക്കുകയാണ്, ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്തത് അറിഞ്ഞില്ല ഞാനയ്യോ. നീ നിന്റെ മനസ്സിൽ എന്തൊക്കെയാ സങ്കല്പിച്ച് വച്ചിരിക്കുന്നത്, പദ്ധതിയിട്ട് വച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. നീ പറഞ്ഞ വാക്കുകൾ സത്യമല്ല. നീ പറഞ്ഞു ബാലിയെ ഒരു അമ്പ് കൊണ്ട് നീ കൊല്ലുമെന്ന്. നീ ചെയ്തോ? ചെയ്തില്ല. ബാലി പടക്കളത്തിൽ വന്നു, എന്നോട് യുദ്ധം ചെയ്തു. നീ വാക്ക് പാലിച്ചില്ല. എന്തിനാ എന്നെ ബാലിയോട് യുദ്ധം ചെയ്യാൻ വിട്ടിട്ട് ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണോ നിന്റെ പരിപാടി? വളരെ ക്രോധത്തോടു കൂടിയിട്ട് സുഗ്രീവൻ രാമനോട് ചോദിക്കാൻ. അപ്പോഴേക്കും രാമൻ ശാന്തനായിട്ട് സുഗ്രീവനോട് പറഞ്ഞു, ചിത്തേ ഭയപ്പെടായികേതും മമ സഖേ. അല്ലയോ സുഗ്രീവ, നീ എൻ്റെ കൂട്ടുകാരനാണ്. നീ ഒരിക്കലും ഭയപ്പെടരുത്. ഭയത്തെ മനസ്സിൽ നിന്ന് കളയുക. നിങ്ങൾ രണ്ടുപേരും അത്യന്ത രോഷവേഗങ്ങൾ കലർന്ന ഒരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞ് ഭയങ്കര രോഷത്തോടുകൂടി, ഭയങ്കരമായ വേഗതയോടുകൂടി, ഭയങ്കരമായ സിംഹനാദത്തോടുകൂടി
നിങ്ങൾ പടക്കളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോൾ ബാലി ആര് സുഗ്രീവൻ ആര് എന്ന് എനിക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല ഒരുപോലെ. അപ്പോൾ ഞാൻ ഇതാണ് ബാലി എന്ന് വിചാരിച്ച് അമ്പ് പ്രയോഗിച്ചു കഴിഞ്ഞാലോ ആരുടെ പുറത്ത് കൊള്ളും? അത് ഒന്ന് കൊള്ളുന്ന അങ്ങയുടെ പുറത്തായിരിക്കും. അങ്ങേ ഞാൻ ബാലിയെന്ന് തെറ്റിദ്ധരിച്ചു എന്ന് വരും. കാരണം ബാലിയെയും സുഗ്രീവനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മിത്രഘാതിത്വമാശങ്ക്യ, മിത്രത്തെ ഞാൻ കൊന്നുകളയുമോ, മിത്രത്തെ കൊന്നവനായി തീരുമോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അന്നേരം മുക്തവാനായതില്ല അസ്ത്രം ധരിക്ക നീ. ആ സമയത്ത് ഞാൻ അമ്പ് പ്രയോഗിക്കാത്തതാണ്. അല്ലയോ സുഗ്രീവ, നിങ്ങൾ രണ്ടുപേരെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, അതാ ഗജപുഷ്പി പൂത്തുലഞ്ഞ് കിടക്കുന്നില്ലേ? വസന്ത ഋതുവാണ്. ഗജപുഷ്പി എന്നുള്ളത് ഒരു വള്ളിയാണ്. നിറയെ പൂക്കൾ കൊണ്ട് ആകെ മനോഹരമായി തീരും വസന്ത ഋതുവിൽ. ലക്ഷ്മണകുമാര, ആ വള്ളി എടുത്തിട്ട്, ആ പൂക്കൾ നിറഞ്ഞ വള്ളി എടുത്തിട്ട് ഈ സുഗ്രീവന് ഒരു മാല അണിയിച്ചു കൊടുക്കൂ. സുഗ്രീവ, ഈ മാല അണിഞ്ഞ് നീ അവിടെ യുദ്ധത്തിന് പോകുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. രാമൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൻ്റെ ഗൂഢമായ അർത്ഥം സുഗ്രീവന് പിടികിട്ടിയില്ല. അതിൻ്റെ വാച്യമായ അർത്ഥം പിടികിട്ടി. തിരിച്ചറിയാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് അമ്പ് പ്രയോഗിക്കാത്തത്. അതല്ലാതെ ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഇത് തിരിച്ചറിയാൻ വേണ്ടി ഒരു അടയാളം തന്നിരിക്കുന്നു. അപ്പോൾ ഇനി ധൈര്യമായിട്ട് പോയി യുദ്ധം ചെയ്യാം. രാമൻ ശത്രുവിനെ സംഹരിക്കും, ഉറപ്പായി. ഇനി വീണ്ടും അവർ അവിടെ നിന്നിട്ട് പുറപ്പെടുകയാണ്. എങ്ങോട്ട്? കിഷ്കിന്ധയിലേക്ക്. ബഹുദൂരം കിഷ്കിന്ധയിൽ നിന്നിട്ട് സുഗ്രീവൻ ഓടിപ്പോയിരുന്നല്ലോ. അവിടെ നിന്നിട്ട് സുഗ്രീവൻ ഓടിപ്പോയത് അങ്ങ് മതങ്കാശ്രമത്തെ ലക്ഷ്യമാക്കിയിട്ടാണ്. അവിടെ നിന്നിട്ട് വീണ്ടും വരികയാണ്. അങ്ങനെ വരുമ്പോഴേക്കും സുഗ്രീവൻ ഓർത്തു, ശരിയാണല്ലോ രാമൻ പറഞ്ഞത്. രാമൻ പറഞ്ഞതെന്തെന്നറിയോ? വാൽമീകി രാമായണത്തിൽ കുറെ കൂടി വിശദമായിട്ട് കേൾക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും രൂപം ഒരുപോലെ, നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം ഒരുപോലെ, നിങ്ങളുടെ രണ്ടുപേരുടെയും നോട്ടം ഒരുപോലെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ശബ്ദം ഒരുപോലെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ബാഹുബലം ഒരുപോലെ, നിങ്ങളുടെ രണ്ടുപേരുടെയും വേഗത ഒരുപോലെ, നിങ്ങളുടെ രണ്ടുപേരുടെയും യുദ്ധവൈദഗ്ധ്യം ഒരുപോലെ. എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും കൂട്ടുകാരാ ബാലിയാർ സുഗ്രീവനാരെന്ന്? ഇതാണ് രാമൻ പറഞ്ഞത്. രാമൻ ഇങ്ങനെ വിശദമായി പറയുന്നത് അവിടെ കേൾക്കും. അതെല്ലാം കൂടി ചുരുക്കി ഇവിടെ കേൾപ്പിച്ചു. അത്യന്ത രോഷവേഗങ്ങൾ കലർന്ന ഒരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞ് എന്ന് ചുരുക്കത്തിൽ അങ്ങ് അക്കാര്യം അങ്ങ് പറഞ്ഞു വെച്ചു. ഞാനും ബാലിയും ഒരുപോലാണല്ലോ. പിന്നെ എന്തിനാ ബാലി എന്ന് കേൾക്കുമ്പോഴേക്കും ഞാൻ ഓടുന്നത്? ബാലി എത്രയോ ഇടി എൻ്റെ പുറത്ത് ഇടിച്ചു. അതൊക്കെ ഇപ്പോൾ എങ്ങോട്ട് പോയി? അതുകൊണ്ട് വല്ല കുഴപ്പമൊന്നും എനിക്ക് പറ്റിയോ? ഒന്നും പറ്റിയില്ലല്ലോ. ഇത്രയല്ലേ ഉള്ളൂ ബാലിയുടെ ഇടിയുടെ ശക്തി. സുഗ്രീവൻ ചിന്തിക്കുകയാണ്. അങ്ങോട്ട് നടന്നു പോകുമ്പോൾ മനസ്സ് ശാന്തമായി തുടങ്ങി. ഭയത്തെ ഉളവാക്കുന്നത് സങ്കല്പമാണ്, വിചാരങ്ങളാണ്, വികാരങ്ങളാണ്. ഇല്ലാത്ത ഭയങ്ങളെ ഉണ്ടാക്കും. അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ഇല്ലാത്ത സാങ്കല്പികമായ ഭയങ്ങളെ ഉണ്ടാക്കി മനസ്സിനെ കീഴ്പ്പെടുത്തിക്കളയും. ആ ഭയത്തെ വലിച്ചെറിയണം. ഭയം തമോ ഗുണമാണ്. ആ തമസ്സിനെ വലിച്ചെറിയണം. ഈ ലോകത്തിൽ, ലോകജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ഭയത്തെ ദൂരീകരിച്ചാൽ മാത്രമേ സാധ്യമാവുള്ളൂ. ഓരോരുത്തർക്കും ഭയമുണ്ടാകുന്ന ഓരോരോ കാരണത്താലാണ്. ഏത് കാരണത്താലുണ്ടായാലും ഭയം തന്നെയാണത്. അത് ഭയമാണ്. ഭയം കഴിവുകളെ മുഴുവൻ ഇല്ലാതാക്കി തീർക്കും. സകല കഴിവുകളും മറന്നുപോകും, നിഷ്പ്രയോജനമായി തീരും, പ്രയോഗിക്കാൻ കഴിയാതെ വരും. നമുക്കറിയാലോ, നല്ലവണ്ണം പഠിച്ച ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോകുമ്പോഴേക്കും ഭയന്നു പോയാലോ, പരീക്ഷ എങ്ങനെയായിരിക്കും, ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും, എനിക്ക് എഴുതാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ ഭയന്നാൽ എന്തായിരിക്കും അവസ്ഥ? ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം അതിഗംഭീരമായിട്ട് മനസ്സിൽ പഠിച്ചു വച്ചിട്ടുണ്ടെങ്കിലും അതപ്പോൾ ഓർമ്മ വരില്ല, നേരെ എഴുതാനും പറ്റില്ല. കഷ്ടിച്ച് ജയിച്ചെന്ന് വരാം, ചിലപ്പോൾ തോറ്റെന്നും വരാം. റാങ്ക് മേടിക്കേണ്ട കുട്ടി. ഭയമാണ് അയാളുടെ കഴിവുകളെ മുഴുവൻ അവിടെ ചങ്ങലക്കിട്ട് കളഞ്ഞത്. അതുകൊണ്ട് ഈ ലോകത്തിൽ എല്ലാവരും ആദ്യം ചെയ്യേണ്ടത്
ഭയത്തെ ദൂരീകരിക്കുക എന്നുള്ളതാണ്. സുഗ്രീവന്റെ ഈ മാനസികാവസ്ഥ രാമൻ നന്നായി അറിയുന്നു. അതിൽ നിന്നിട്ട് സുഗ്രീവനെ രക്ഷിക്കണം. രാജാവിൻ്റെ ചുമതല ഏതാണ്? ഓരോരുത്തരുടെയും കുറവുകളെ, അയാളുടെ കുറ്റങ്ങളെ മനസ്സിലാക്കിയിട്ട് ആക്ഷേപിക്കുകയല്ല, മനസ്സിലാക്കിയിട്ട് അയാൾ അറിഞ്ഞും അറിയാതെയും അതിനെ ചികിത്സിച്ച് ആ ദോഷങ്ങളെ ദൂരീകരിച്ച് കരുത്തുറ്റ ഒരു പ്രതിഭയായിട്ട് വളരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഭരണാധിപന്റെ ആദ്യത്തെ ചുമതല. അതാണ് ഭരണാധിപൻ ചെയ്യേണ്ടത്. അതല്ലാതെ കഴിവുള്ള ഒരാളെ കണ്ടാൽ അയാളെ തലക്കടിച്ച് ഒതുക്കി ഒന്നിനും കൊള്ളാത്തവനാക്കി ദൂരെ എവിടെയെങ്കിലും തകർത്തിടുക, അത് ഭരണാധിപന്റെ ഒരു ശരിക്കുള്ളതായ കർത്തവ്യമല്ല. അങ്ങനെയുള്ള ഭരണാധിപൻ രാക്ഷസനാണ്, അയാൾ ചെയ്യുന്ന രാക്ഷസീ പ്രവൃത്തിയാണ്. രാമൻ അങ്ങനല്ല. രാമൻ സുഗ്രീവന്റെ കുഴപ്പം അറിഞ്ഞിട്ട് അതിനനുസരിച്ച് മനഃശാസ്ത്രപരമായിട്ടാണ് രാമന്റെ നീക്കം. വാക്കുകൾ പോലും അങ്ങനെ. നോട്ടം കൊണ്ട് നിങ്ങൾ ഒരുപോലെ, ഭാവം കൊണ്ട് ഒരുപോലെ, ശബ്ദം കൊണ്ട് ഒരുപോലെ, വേഗത കൊണ്ട് ഒരുപോലെ. പിന്നെ ഞാനെങ്ങനെ നിങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരുപോലെ. യഥാർത്ഥത്തിൽ രാമന് രണ്ടുപേരെയും തിരിച്ചറിയാമെന്ന് നമുക്കറിയാം. എന്താ? സുഗ്രീവൻ ഭയന്ന് ഓടുന്നു, പിന്നാലെ ബാലി ഓടുന്നു, നില്ലടാ സുഗ്രീവ എന്ന് വിളിച്ചുകൊണ്ട്. മുമ്പേ ഓടിയവൻ സുഗ്രീവൻ, പിന്നാലെ ഓടി വരുന്നവൻ ബാലി എന്ന് ആർക്കും നന്നായി അറിയാം. രാമൻ അപ്പോൾ അമ്പ് പ്രയോഗിച്ചില്ല. എന്താ? സുഗ്രീവൻ ഭീതനായി ഓടുകയാണ്. ഭയം അയാളിൽ നിന്നിട്ട് മാറിപ്പോയിട്ടില്ല. ആ അവസരത്തിൽ ബാലിയെ കൊന്നാലും അയാൾ ഇനിയും ഭയന്നുകൊണ്ടിരിക്കും. ബാലി മരിച്ചു, ബാലിയെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഭയക്ക് അയാളുടെ സ്വഭാവമായിപ്പോയി, വാസനയായിപ്പോയി. അയാൾ കരിയിൽ അനങ്ങിയാൽ പോലും ഭയക്കും. ഭയം നീങ്ങണമെങ്കിൽ എന്തു വേണം? ഭയ കാരണവുമായി അഭിമുഖീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഭയകാരണത്തെ അഭിമുഖീകരിക്കണം. അത് ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്ന് നേരിട്ട് ബോധ്യപ്പെടണം. പിന്നെ പിന്തിരിയില്ല, പിന്നെ ഭയക്കില്ല. ഭയത്തെ ജയിക്കും, ഭയത്തെ ഉള്ളിൽ നിന്നിട്ട് ദൂരീകരിക്കും. തമസിനെ ജയിച്ച് രജോ ഗുണത്തെ അവിടെ പ്രതിഷ്ഠിക്കും. രജോ ഗുണം കരുത്തിൻ്റെ പര്യായമാണ്. അതിനേക്കാളും ഉയർന്ന കരുത്താണ് സാത്വിക ഗുണം. അടുത്ത ചുവട് ഈ രജസ്സിനെയും കീഴ്പ്പെടുത്തി സത്വഗുണത്തെ വളർത്തുക എന്നുള്ളതാണ്. ആദ്യം ചെയ്യേണ്ടത് തമസിനെ, ഭയത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന തമസിനെ കീഴ്പ്പെടുത്തി രജസ് വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നീ പോയി യുദ്ധം ചെയ്യ്, നിനക്ക് ഞാനൊരു അടയാളം തരാം, ഒരു മാല, അപ്പോൾ എനിക്ക് നിങ്ങളെ തിരിച്ചറിയാം. ഇത് നല്ലൊരു ഫലിതമാണ് രാമൻ പ്രയോഗിച്ച മനഃശാസ്ത്രപരമായ ഫലിതം. അത് ഫലിച്ചു തുടങ്ങുന്നു. കാരണം സുഗ്രീവൻ ചിന്തിച്ചു, ബാലിയുടെ ഇടി ഇത്രയ്ക്കല്ലേ ഉള്ളൂ, അയാളുടെ ചവിട്ട് ഇത്രയ്ക്കല്ലേ ഉള്ളൂ. കാരണം അതിന് തൻ്റെ ശരീരത്തിൽ വലിയ ക്ഷതമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ താൻ എന്തിനാ തിരിഞ്ഞോടിയേ? ഭയം കൊണ്ടല്ലേ? അയ്യേ, കഷ്ടമായിപ്പോയി. അപ്പോൾ തൻ്റെ ഉള്ളിൽ അപ്പോൾ വളർന്നതായ ഭയത്തെക്കുറിച്ച് ചിന്തിച്ച ഈ ലജ്ജ, മനസ്സ് ശാന്തമായി. ഞാനും ബാലി ഒരുപോലെ തന്നെ. ഇനി അവൻ്റെ മുന്നിൽ നിന്നിട്ട് താൻ പിന്തിരിഞ്ഞോടില്ല. ഭാര്യയെ താൻ അഭിമുഖീകരിക്കും, ഭാര്യയോട് യുദ്ധം ചെയ്യും. ഒന്നുകിൽ ബാലി കൊല്ലപ്പെടും, അല്ലെങ്കിൽ താൻ കൊല്ലപ്പെടും. രണ്ടിലൊന്നും നടക്കും. രണ്ടായാലും ഒരുപോലെ തന്നെ. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് സുഗ്രീവൻ എത്തിച്ചേർന്നു. അത് നമുക്ക് വാൽമീകി രാമായണത്തിൽ കാണാം. വാൽമീകി വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് രാമായണം അവിടെ രചിച്ചിരിക്കുന്നത്. ഭൗതിക തലത്തിൽ നാം അറിയേണ്ടതും എല്ലാം അതിനകത്തുണ്ട്. അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥതലമാണ് കാച്ചിക്കുറുക്കി ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഈ അധ്യാത്മരാമായണം നേരെ മനസ്സിലാക്കണമെങ്കിൽ വാൽമീകി രാമായണത്തിൽ കൂടി തന്നെ നമ്മൾ കടന്നു ചെല്ലണം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം ഇപ്പോൾ സുഗ്രീവൻ കാണുന്നുണ്ട്. ആദ്യം പോയപ്പോൾ ഒന്നും കണ്ടില്ല. ഇവിടുന്ന് പുറപ്പെട്ടു, അവിടെ ചെന്ന് വെല്ലുവിളിച്ചു. ഇടയ്ക്ക് എത്രയോ മൈലുകൾ താണ്ടിയാണ് ഇവർ പോയത്. എത്രയോ കാടുകൾ, എത്രയോ പർവ്വതങ്ങൾ, എത്രയോ നദികൾ. ഒന്നും സുഗ്രീവൻ കണ്ടില്ല. കാരണം സുഗ്രീവൻ്റെ മനസ്സങ്ങൊന്നുമില്ല. ആ ഭയത്തിൽ കിടന്ന് വെപ്രാളിക്കുകയാണ്, ഭയത്തിൽ കിടന്ന് വെപ്രാളം കൊള്ളുകയാണ്. ഇപ്പോഴോ ഭയം പോയി, സകല കാഴ്ചകളും കാണുന്നുണ്ട്. പോകുന്ന വഴിക്കുള്ള പ്രത്യേകതകളെല്ലാം രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്ന വാൽമീകി രാമായണത്തിൽ കാണാം.
ഓരോ കാടിൻ്റെ പ്രത്യേകത, ഓരോ വൃക്ഷങ്ങളുടെ പ്രത്യേകത, വള്ളികളുടെ പ്രത്യേകത. അങ്ങനെ പോകുമ്പോഴേക്കും അവിടെ 7 മഹർഷിമാർ തപസ് ചെയ്തിരുന്ന നൂറ്റാണ്ടുകളപ്പുറത്ത്, ഇപ്പോൾ അവരാരും ഇല്ല, അവരെല്ലാം സമാധിസ്ഥരായി. അവർ തപസ് ചെയ്തിരുന്ന ദിവ്യഭൂമിയിലൂടെ കടന്നു പോവാണ്. ആ പ്രദേശത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ അറിയാം അത് ദിവ്യമായ പ്രദേശമാണ് എന്ന്. രാമൻ സുഗ്രീവനോട് ചോദിച്ചു, സുഗ്രീവ, ഈ കാട് വളരെ രമണീയമായി, ആകർഷകമായി, ദിവ്യമായി തോന്നുന്നല്ലോ, എന്താ ഇതിൻ്റെ കാരണം? സുഗ്രീവൻ പറയുന്നുണ്ട്, വാൽമീകി ഈ കഥ വളരെ വിശദമായി പറയും. സപ്തജന ആശ്രമസ്ഥാനമാണിത്. 7 ഋഷിമാർ, മഹാതപസ്വികൾ ഇവിടെ തപസ് ചെയ്തു. ഈ നാടിനെ അങ്ങേയറ്റം, ഈ കാടിനെ അങ്ങേയറ്റം പവിത്രമാക്കി തീർത്തു. ആ ഋഷിമാർ സമാധിയിലായി. ദേവലോകത്ത് നിന്ന് അപ്സരസ്സുകൾ ഇവിടെ വരും, ദേവന്മാർ ഇവിടെ വരും. എന്തിനാണെന്നറിയോ? ആ ഋഷിമാർ ജീവിച്ചിരുന്ന ഈ ഭൂമിയെ, ഈ കാടിനെ ആരാധിക്കാൻ വേണ്ടി. അവർ ഇവിടെ നിന്ന് പാട്ടുപാടും, അവർ ഇവിടെ നൃത്തം ചെയ്യും. രാമ, ശ്രദ്ധിക്കൂ, അതാ ചെലങ്കകളുടെ ശബ്ദം നീ കേൾക്കുന്നില്ലേ? സുഗ്രീവൻ രാമനോട് പറയുന്നു. ഇത്ര കണ്ട് സുഗ്രീവൻ്റെ മനസ്സ് ശാന്തം. മനസ്സ് എത്ര കണ്ട് ശാന്തം എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വാൽമീകി ഇതെല്ലാം പറയുക.